20 വർഷം മുന്നേ ഒരു മാതൃഭൂമി പത്രത്തിൻ്റെ ഏജൻ്റായിരുന്നു. ആ സമയത്ത് ധാരാളം വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടാണ്. പത്രങ്ങളും മാസികകളും അങ്ങനെ ധാരാളം വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഭൂമി നേരിടുന്ന പ്രശ്നങ്ങൾ, പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ. അങ്ങനെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ആ ഇടയ്ക്കാണ് മാതൃവാണി എന്ന അമൃതാനന്ദമയി മഠത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണം വായിക്കാനിടയായി. അതിൽ ഈ മരങ്ങൾ നട്ടുവളർത്തുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ടൊരു സബ്ജക്റ്റായിരുന്നു വിഷയം. അപ്പോൾ അതിൽ വൃക്ഷായുർവേദം എന്ന പുരാതന ഗ്രന്ഥത്തിൽ 4 വരിയുണ്ട് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് ദശകൂപ സമവാപി ദശവാപി സമോഹൃത ദശകൃത ദശപുത്രോ സമോദ്രുമ. അത് സംസ്കൃത വാചകമാണ്. അതിൽ അർത്ഥം പറഞ്ഞാൽ 10 കിണറിന് തുല്യമാണ് ഒരു കുളം, 10 കുളത്തിന് തുല്യം ഒരു തടാകം, 10 തടാകത്തിന് തുല്യമാണ് ഒരു പുത്രൻ, 10 സൽപുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഈ മരങ്ങൾ നട്ടു വളർത്താനുള്ള ഒരു പ്രചോദനം അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ ഞാൻ പത്ര വിതരണ കാലത്ത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് സൈക്കിളിൽ, അന്ന് വാഗമരമാണ് ഞാൻ നടാൻ തുടങ്ങിയത്, പെട്ടെന്ന് വളരുന്ന റെയിൻ ട്രീ. അപ്പോൾ അന്ന് സൈക്കിളിൻ്റെ പിന്നാലെ ഈ ചെടികളും കടപ്പാറയും കൈക്കോട്ടും ഇതൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ കുറേ ചെടികൾ വെച്ചു. പിന്നെ അതിനുശേഷം 10 വർഷത്തോളം ഇങ്ങനെ ചെടികൾ വെച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അതിനുശേഷം അതൊക്കെ നിർത്തി. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഈ ഓട്ടോ എടുത്തപ്പോൾ ഒരു 12 വർഷം മുന്നേ ഓട്ടോറിക്ഷ എടുത്തത്. അപ്പോൾ ഓട്ടോറിക്ഷൻ്റെ പിൻവശത്ത് എഴുതിയിരിക്കുന്നത് സേവ് വാട്ടർ, സേവ് ട്രീസ്, മരം വളർത്തൂ, ഭൂമിയെ രക്ഷിക്കൂ എന്ന ഒരു വാചകം ഞാൻ എൻ്റെ മനസ്സിലുള്ള പോലെ തന്നെ എൻ്റെ ഓട്ടോൻ്റെ പുറകിൽ ഞാൻ എഴുതി വെച്ചു. അങ്ങനെ ഈ ഓട്ടം പോകുന്ന വഴിയിൽ മരങ്ങളില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി തിരികെ വരുന്ന ഓട്ടോ ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് ഈ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതായത് ജൂൺ മാസം മഴ തുടങ്ങിയാൽ സെപ്റ്റംബർ മാസം വരെ ഈ ചെടികൾ, പുതുതായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കുക ചെയ്യുക. അപ്പോൾ ഓരോ ചെടിയും മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ ഓരോ ചെടിയും വെച്ച് കടപ്പാറ ആ ചെടികൾ വയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എൻ്റെ ഓട്ടോയിലുണ്ട്. കമ്പിപ്പാരയുണ്ട്, പിന്നെ മൊട്ട് സൂചി, ബ്ലേഡ്, കുപ്പി, ചെടി, ഇതെല്ലാം എൻ്റെ ഓട്ടോയിൽ സ്റ്റോക്കായിരിക്കും എപ്പോഴും, ഈ മഴക്കാലം മുഴുവനും. അപ്പോൾ ഓരോ ചെടി വെച്ചാലും ആ ചെടിക്ക് ഒരു താങ്ങ് കൂടെ ഒരു വെള്ളം ഒഴിക്കാനുള്ള ഒരു ബോട്ടിലുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം പറയും, അതായത് തുള്ളി നന. ഓരോ ചെടി വെച്ച് ആ ചെടീൻ്റെ കൂടെ ഒരു ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ വെച്ച് ആ വാട്ടർ ബോട്ടിലിൻ്റെ ഏറ്റവും താഴെ ഒരു ചെറിയ മൊട്ട് സൂചിൻ്റെ ഒരു ഓട്ടയിട്ട് കൊടുക്കും. അപ്പോൾ ഓട്ടം പോകുന്ന വഴി സമയങ്ങളിൽ ഈ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ കൃത്യമായിട്ട് ഈ വേനൽക്കാലത്ത് ജൂൺ മാസം മുതൽ ഈ സെപ്റ്റംബർ വരെ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഈ ഇപ്പോൾ കൊടിയ വേനലായി ഒരു 6-7 മാസം ഭയങ്കര വെയിൽ, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് പാലക്കാടുള്ളത്. അപ്പോൾ ഈ മറ്റ് വേനൽക്കാലത്തുള്ള 7 മാസവും കൃത്യമായിട്ട് പുതുതായിട്ട് വെച്ചിട്ടുള്ള എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ മരങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് ചെടികൾ റോഡിൻ്റെ പാലക്കാട്, പെരുമ്പ്, തേങ്കുറിശ്ശി, കൊടുവായൂർ ഭാഗങ്ങൾ റോഡ് സൈഡ് മുഴുവനും ഞാൻ റോഡ് സൈഡിലാണ് മുഴുവനും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. കൂടാതെ കോളേജുകളുണ്ട്, സ്കൂളുണ്ട്, അംഗനവാടികളുണ്ട്. എവിടെ ഒരു തുണ്ട് സ്ഥലം വെറുതെ കിടക്കുന്ന ആ സ്ഥലത്തൊരു ചെടി ഞാൻ നട്ട് വളർത്തും. കൊടുവായൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ് ഇത്. ഞാനൊരു യാത്രയിൽ ശ്യാമേട്ടനെ പരിചയപ്പെടാൻ ഇടയായി. അപ്പോഴാണ് അദ്ദേഹം ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ അംഗൻവാടി ഇങ്ങനെ ഗ്രൗണ്ടിലാണെന്നും ഇവിടെ തണലില്ലാത്തതിൻ്റെ വിഷമമൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ, ടീച്ചർ വിഷമിക്കേണ്ട, ഞാൻ എപ്പോഴും ഈ ചെടികളൊക്കെ കൊണ്ടുവന്ന് റോഡ് സൈഡിലും അതേപോലെ സ്ഥാപനങ്ങളിലൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് നമുക്ക് അംഗൻവാടിക്ക് ഒരു തണൽ കിട്ടുന്നതിന് വേണ്ടി ഒരു മരം നമുക്ക് വച്ച് തന്നിട്ടുണ്ട്. അത് നല്ലോണം ചേർത്ത് വരുന്നുണ്ട്. എല്ലാ ആഴ്ചയും അദ്ദേഹം വന്ന് ഇവിടെ ഈ ചെടീൻ്റെ വളർച്ചയെക്കുറിച്ച് നിരീക്ഷിക്കുകയും ഞങ്ങളോട് പ്രത്യേകം താല്പര്യമെടുത്ത് വെള്ളം ഒഴിക്കാനൊക്കെ നിർദ്ദേശങ്ങൾ തന്നിട്ട് പോകും. വളരെ സന്തോഷമാണ്. മരം നല്ലോണം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 6 വർഷം മുന്നേ സംഭവം കൊണ്ട് ഞങ്ങൾക്ക് കുറേ തൈകൾ ഇവിടെ വെച്ച് പിടിക്കുകയും അത് വളർന്ന് വലുതായതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് തടഞ്ഞു കിട്ടാനും ഞങ്ങൾക്ക് വിശ്രമിക്കാനായിട്ട് ഇത് നല്ലൊരു സ്ഥലം തന്നെ ഞങ്ങളിവിടെ കണ്ടപ്പോൾ ഈ മരത്തണലിൽ ഞങ്ങളെല്ലാവരും വിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ സമയങ്ങളിലും ഞങ്ങൾ പണിയില്ലാത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ അധികം വിശ്രമിക്കാറുണ്ട്. കുറേ ചെടികളും അപ്പുറത്തും എല്ലാം വെച്ചിട്ടുണ്ട്, അതെല്ലാം വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം
വളർന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആരും ആമരണത്തിൻ്റെ അടുത്തൊന്നും പോകാറില്ല. ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ തണലുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു തണൽ മരത്തിൽ ഓപ്പൺ ക്ലാസ് മുറി ഞങ്ങൾക്കായിട്ട് ഇവിടെ തുടങ്ങാൻ സാധിച്ചത് ശ്യാംകുമാർ സാറുടെ ഒരു ഉദ്യമത്തിൻ്റെ ഫലമായിട്ടാണ്. 2013 ഇവിടെ വെറും തരിശുഭൂമിയായിരുന്ന ഈ സ്ഥലത്തെ ഇത്രയും പച്ചപ്പുള്ള മനോഹരമായ പ്രകൃതിയുടെ തണൽ ഞങ്ങൾക്ക് ഈ കോളേജിന് സമ്മാനിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂടുകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു സാന്ത്വനം എന്നോണം ഈ മരങ്ങളൊക്കെ ഞങ്ങൾക്ക് തണലായി ഇവിടെ നിലകൊള്ളുന്നതിന് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒപ്പം കുട്ടികൾക്ക് പ്രകൃതി രമണീയമായി തന്നെ ഇവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഇദ്ദേഹത്തോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏതൊരു പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹത്തോടു കൂടി ഇവിടെ എല്ലാ വർഷവും മരങ്ങളും ചെടികളും ഞങ്ങൾക്ക് ഈ കോളേജിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ചെടി ആദ്യം നട്ടപ്പോൾ തന്നെ അതിൻ്റെ പ്രാരംഭഘട്ടം തുടങ്ങി ഒരു സ്ഥിതി ആവുന്നത് വരെ അതിൻ്റെ പരിപാലനവും ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ കോളേജിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമാണ് ഇവിടെ ഈ മരങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെ കാരണം. ഒപ്പം ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും പ്രിൻസിപ്പളിൻ്റെയും സഹകരണത്തോടുകൂടെ ഇവിടെ ഇതിനെയൊക്കെ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന് ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇങ്ങനെ മരങ്ങൾ ഇനിയും ഈ കോളേജിന് വേണ്ടി പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസാക്കി മാറ്റാൻ ശ്യാം സാറിൻ്റെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയും. ടി വിയിൽ ധാരാളം പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട്. മരം നട്ടുപിടിപ്പിച്ച് അതിന് വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിക്കുന്നു, ധാരാളം തണൽ പ്രകൃതിക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും വേണ്ടി ചെയ്യുന്നു. ഇപ്പോഴും ഏറെ സന്തോഷമാണ്. ഈ ക്യാമ്പസിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ആനന്ദം തോന്നുന്ന ഈ പച്ചപ്പ് തന്നെയാണ്, ഈ തണൽ തന്നെയാണ്. അപ്പോൾ ഇതിന് കാരണക്കാരനെ ശ്യാം സാറിനെ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. ഇനിയും ധാരാളം തണൽ വൃക്ഷങ്ങൾ പാലക്കാടിൻ്റെ ഹൃദയഭാഗങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും വച്ചുപിടിപ്പിക്കാനാകട്ടെ. ഇതുപോലെ എല്ലാ ക്യാമ്പസുകളും പച്ചപ്പാകട്ടെ എന്ന് ആശംസിച്ചു ശ്യാം സാറിനെ അഭിനന്ദിച്ചു. നമ്മുടെ പ്രദേശത്തുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് നമ്മുടെ ശ്യാംകുമാർ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു അഭിമാനമാണ്. വെറും പരിസ്ഥിതി പ്രവർത്തകനല്ല, വൃക്ഷങ്ങൾ വെച്ച് റോഡ് സൈഡിൽ എല്ലാ സ്കൂളുകളിൽ കൂടിയും പല പാതയോരത്തും ഒക്കെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക മാത്രമല്ല, അത് വളർന്ന് വലുതാകുന്നത് വരെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ് ശ്യാംകുമാർ. ഇക്കാലത്ത് ഓരോരുത്തർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മരങ്ങളും ചെടികളും ഒക്കെ വെട്ടി നശിപ്പിക്കുന്ന ഈ കാലത്ത് ഇതുപോലെ ഒരു പ്രവർത്തകൻ ഇതുപോലെ ചെയ്യുന്നത് എല്ലാം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എല്ലാം വളരെയേറെ പ്രചോദനപ്രദമാണ്. ഇതുപോലെയുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകന്മാർ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇനി വളർന്ന് വരേണ്ടതാണ്. അതിന് കുട്ടികൾക്കെല്ലാം അത് പ്രചോദനമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും ഈ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഞങ്ങളുടെ സ്കൂളിലും ശ്യാംകുമാർ വൃക്ഷങ്ങൾ നടാറുണ്ട്. മാത്രമല്ല ഈ പക്ഷി മൃഗാദികളെയും ശ്യാംകുമാർ സംരക്ഷിക്കുന്നുണ്ട്. ധാരാളം പക്ഷികൾക്കൊക്കെ സ്കൂളുകൾക്ക് ഈ തൊട്ടി ചട്ടികൾ കെട്ടി അതിനകത്ത് വെള്ളം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു പ്രവർത്തകനാണ്. പല പ്രാവശ്യം അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുതന്നെയല്ല, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ശുദ്ധവായുവും അതുപോലെ വെള്ളം എന്നൊക്കെ പറയുന്നത്. ഈ വെള്ളവും ശുദ്ധവായുവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് മതിയാകും. അതിന് എല്ലാം വളരെയേറെ പ്രചോദനപ്രദമാകട്ടെ ഈ ശ്യാംകുമാറിൻ്റെ പ്രവർത്തനമെന്ന് ആശംസിക്കുന്നു. ഇത് ഇനിയും തുടരട്ടെ എന്നും അതിന് ഉള്ള ആരോഗ്യം എല്ലാം ശ്യാംകുമാറിന് കൊടുക്കട്ടെ എന്നും ഇത് കുട്ടികൾക്ക് വളരെയേറെ പ്രചോദനപ്രദമാകട്ടെ എന്നും ആശംസിക്കുന്നു. ഇങ്ങനെ ചെയ്യാനുള്ള വേറൊരു പ്രചോദനം എന്താ പറഞ്ഞാൽ, SSLC പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ളത് കലിംഗ രാജാവും അശോക ചക്രവർത്തി നടന്ന ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് പേര് മരിച്ചു വീണു യുദ്ധക്കളത്തിൽ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ മരണത്തിന്
ഉത്തരവാദി ഞാനാണെന്നുള്ള ഒരു വിചാരം അശോക ചക്രവർത്തി വല്ലാതെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു അശോക ചക്രവർത്തിനെ. അപ്പോൾ അശോക ചക്രവർത്തി അതിനുള്ളൊരു പരിഹാരം തേടിയിട്ടാണ് ശ്രീബുദ്ധൻ്റെ അടുത്ത് പോയി. ഇത്രയും ഈ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു, അതിന് കാരണക്കാരൻ ഞാനാണ്, ഇതിനൊരു പരിഹാരം ശ്രീബുദ്ധൻ ഉപദേശിക്കണം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ശ്രീബുദ്ധൻ ഉപദേശിച്ചു കൊടുത്താണ്, നിങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിൽ തണൽ മരങ്ങൾ നട്ടു വളർത്തുക, തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കുക, അതാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീബുദ്ധനാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മരങ്ങൾ പരിസ്ഥിതിൻ്റെ ഈ സന്ദേശം നാട് മുഴുവനും പിടിച്ച് നടന്ന് മരങ്ങൾ നട്ടു വളർത്താനും തണ്ണീർ പന്തൽ സ്ഥാപിക്കാനും തൻ്റെ 2 മക്കളെയും ചുമതലപ്പെടുത്തി. അതാണ് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ പഠിച്ചിട്ടുള്ള ഈ അറിവുകളാണ് ഞാൻ എൻ്റെ പ്രവൃത്തി ഭാഗത്തിൽ കൂടെ ഈ നാട് മുഴുവനും മരങ്ങൾ മരം നട്ട് പച്ചപ്പുണ്ടാക്കാനുള്ള എനിക്ക് ഹേതുവായിട്ടുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ കുറേ മരങ്ങൾ നട്ട് വളർത്തി മുഴുവനും ഈ പബ്ലിക് റോഡിൽ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് ഒരുപാട് ഭീഷണികൾ വേറൊന്നുമല്ല, ഈ വെച്ചിട്ടുള്ള മരങ്ങൾക്ക് പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം കിട്ടാൻ വഴിയില്ല. അത് നമ്മുടെ വനം വകുപ്പുമായിട്ട് പല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടു, തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ ബന്ധപ്പെട്ടു, അവിടെ പല പഞ്ചായത്തുകളിലും ഈ ഞാൻ വെച്ചിട്ടുള്ള റോഡ് സൈഡ് വെച്ചിട്ടുള്ള എല്ലാ പഞ്ചായത്തിലും 3-4 പഞ്ചായത്തിൽ സെക്രട്ടറി, പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ എല്ലാവരോടും ബന്ധപ്പെട്ടാലും ഈ ചെടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരാളും അതിനു വേണ്ടിയിട്ട് ഇത്രയും കാലം എൻ്റെ ഈ 20 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയണം, ഒരാളും ഒരു നയ പൈസ ഈ ചെടികളെ സംരക്ഷിക്കാനായിട്ട് തന്നിട്ടില്ല. പിന്നെ ഞാൻ അടുത്ത ഘട്ടം ഞാനെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, എന്നെ അറിയുന്ന ഈ ഭാഗത്തുള്ള പരിസരത്തുള്ള നല്ല മനസ്സുള്ള ചില വ്യക്തികളുണ്ട്, അവരോട് സമീപിച്ചത് ഞാൻ പറയാം, ഏട്ടാ എന്നമാർ ഈ ചെടികളിനെ വേനൽക്കാലത്ത് ചെടികളിനെ രക്ഷിക്കണം, അതിനുവേണ്ടി പുല്ല് വെട്ടി ഒന്ന് വൃത്തിയാക്കണം കൃത്യമായിട്ട്. അത് വർഷത്തിൽ 3 പ്രാവശ്യം ഈ ചെടികളുടെ താഴെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചാൽ വേനൽക്കാലത്ത് തീ പടർന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ആവുന്നത് തരും പറഞ്ഞാൽ അവരാവുന്നത് തരും. അങ്ങനെ ആ പൊതുജനങ്ങൾ നല്ല മനസ്സുള്ള ആൾക്കാരോട് സംഭാവന വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ ചെടികളിനെ രക്ഷിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ ഒരു ചെടീനെ വളർത്തിയെടുക്കുക. നമ്മുടെ മക്കളിനെ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വീഴാതെ മറിയാതെ മക്കളിനെ നോക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ ചെടികളിനെ തീയിന്നും മറ്റു വന്യമൃഗങ്ങളിൽ നിന്നും ആൾക്കാരിൽ നിന്നും അതിനെ രക്ഷിച്ചെടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു മരം വളർത്തി എടുക്കാനായിട്ട്. അപ്പോൾ കൂടാതെ ഇപ്പം ഞാൻ വെച്ച് 20 വർഷം മുന്നേ വെച്ച് പിടിപ്പിച്ചുള്ള പല മരങ്ങളിലും കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ അതിൻ്റെ താഴെയാണ് പല ആൾക്കാർ, കാറിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓട്ടോയിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാർ പോലും ആ മരത്തിൻ്റെ തണലിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തി നമുക്ക് തരുന്നുണ്ട്. കാക്ക വന്നിട്ട് കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഇതാണ്. കാരണം എന്താ പറഞ്ഞാൽ കാക്ക അത് സൂത്രശാലിയാണ്. കാക്ക എന്ന് പറയുന്നത് വളരെ സൂത്രശാലിയാണ്. അപ്പോൾ നമ്മൾ ദിവസം രാവിലെ ഭാര്യ അതിന് ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി അതായത് ഉള്ളത് വെച്ച് കൊടുത്താൽ, ഇപ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുത്തു പറഞ്ഞാൽ അതതിന് കൊത്തിക്കൊണ്ടുവന്ന് ഈ വെള്ളത്തിലിട്ട് ഈ വെള്ളത്തിലിട്ട് ആ ചപ്പാത്തി കുതിർന്നാൽ കാക്ക കൊത്തി, അങ്ങനെയാണ് കാക്ക കിട്ടുന്നത്. അതുപോലെ തന്നെ ബ്രെഡ് കൊടുത്താലും അവിടെ തൂക്കിക്കൊണ്ട് ഈ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തിന്നും. പിന്നെ അതുപോലെ നമ്മുടെ മരം കൊത്തിക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഇതാണ്. അതായത് ഈ മരത്തിൽ മേലെ വന്ന് ടോപ്പ് അവിടെ വന്നൊന്ന് അങ്ങനെ റിവേഴ്സ് ഇങ്ങനെ ചാടി ബാക്കിൽ ഇങ്ങനെ ചാടി വന്ന് ആദ്യം വെള്ളം കുടിച്ച ശേഷമാണ് പിന്നെ അതിൽ ഈ പാത്രത്തിൽ കുളിച്ച് കുറേ നേരം മുങ്ങിക്കിടക്കുക, കഴുത്താറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് തേൻകിളിക്ക് ഇഷ്ടപ്പെട്ട പാത്രം ഇതാണ്. ഇതിൽ വന്ന് ഈ കയറിൽ ഇങ്ങനെ ചാടിച്ചാൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിൽ വന്ന് വെള്ളം കുടിക്കും. അതിൽ വെള്ളമാണ് ആവശ്യം, കുളിക്കാനല്ല. ചെറുകിട്ട് അതുപോലെ തന്നെ നൈസായിട്ട് ഇങ്ങനെ വന്ന് ഈ പാത്രത്തിൻ്റെ വക്ക് നിന്നിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് അപ്പുറത്ത് പോയി നിൽക്കും. അങ്ങനെയാണ്. ചിറക് നനയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ, കുളിക്കില്ലാതെ ചിറകിട്ട് അടിക്കാൻ ചെയ്യും. ഓരോ കിളികളും അതുപോലെ മൈനയുണ്ട്. മൈന താഴെ ഇതിലാണ് മൈന വന്നിട്ട് പഴവും വെള്ളമൊക്കെ കുടിക്കുന്നത്. ഇതിലാണ് ഈ പാത്രത്തിൽ അരിയിട്ട് കൊടുക്കും. അപ്പോൾ മയിൽ വന്ന് അരി തിന്നും. അത് വിവിധ തരത്തിലുള്ള 34 തരത്തിൽപ്പെട്ട കിളികളാണ് ഇവിടെ ഈ വേനൽക്കാലത്ത് കൃത്യമായി 7 വർഷം തുടർച്ചയായിട്ട് വേനൽക്കാലമായാൽ 7 മാസം കൃത്യമായിട്ട് ഇവിടെ എല്ലാ കിളികളും 34 തരത്തിൽപ്പെട്ട കിളികൾ വരാറുണ്ട്. അവർ ഭക്ഷണം കഴിക്കും. അരി, അതുപോലെ പഴം, നേന്ത്രപ്പഴം, അതുപോലെ വാഴപ്പഴം, അങ്ങനെ പഴങ്ങൾ വെച്ച് കെട്ടി കൊടുത്താൽ അവരിഷ്ടത്തോടെ അവരുടെ ഭക്ഷണം കഴിച്ച് എന്നിട്ടാണ് വെള്ളം കുടിക്കുക, കുളിക്കുക. അങ്ങനെ ഒരു നല്ലൊരു കാഴ്ച, നല്ലൊരു മനസ്സിന് കുളിര്, ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. മഞ്ഞക്കിളി, കൊക്കൻ തേൻകിളി, അങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട കിളികളാണ് ഇവിടെ ദിവസം വരാറുള്ളത്.
പിന്നെ ഡ്രോങ്കോ പറയുന്ന വാല് നീണ്ട ആ ഡ്രോങ്കോ പറയുന്ന കളിയിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസമാണ് അത് വരിക. അത് വന്ന് ഇവിടെയുള്ള പൂമ്പാറ്റകൾ ഇവിടെ പൂമ്പാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാറി കളിക്കുന്ന സമയത്ത് ആ പൂമ്പാറ്റിനെ പിടിക്കാനായിട്ട് ഈ ഡ്രോങ് പക്ഷി വരുന്നത്. അങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട പക്ഷികളുടെ ഒരു പറുദീസയായിട്ട് എൻ്റെ ഈ വീടും പരിസരവും മാറിയതിൽ വലിയൊരു സന്തോഷം തന്നെയാണ്. അതായത് ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ ആല്. അതായത് പകൽ സമയങ്ങളിൽ ഓക്സിജന്, രാത്രി കാലത്ത് കാർബൺ ഡൈ ഓക്സൈഡും പുറപ്പെടുവിക്കുന്ന ആലുതയാണ്, ഈ ആൽമരമാണ്. അപ്പോൾ രാത്രി കാലത്ത് ആലിൻ്റെ താഴെ പോയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. കാരണം രാത്രി കാലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറപ്പെടുവിക്കുന്നുണ്ട്, രാത്രി കാലത്ത് ആലിൻ്റെ അറയിൽ ഇരിക്കാൻ പാടില്ല പറയുന്നത്. അപ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തളിരിടുന്നത് ആലാണ്. അപ്പോൾ ഇതെങ്ങനെ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആലിൻ്റെ ആ ഓട്ടോ ട്രിപ്പ് പോയാൽ പോകുന്ന വഴിയിൽ റോഡ് സൈഡ്, അതായത് മതിലിൻ്റെ സൈഡിലാണ് ഈ ആലിൻ്റെ ഇല കൂടുതലും മുളച്ച് വരുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഉറപ്പുള്ള വേരുകളാണ് ഇതിൻ്റെ ഉള്ളത്. അതായത് കോൺക്രീറ്റ്, അതുപോലെ കല്ലുകൾ, അതിൻ്റെ ഇടയിലാണ് ഇത് വളരുക. അപ്പോൾ ഈ മതിലിൻ്റെ ഇടയിൽ ഈ ചെറിയ കുഞ്ഞു ചെടികൾ അവിടെ നിന്ന് മുളച്ച്, അതായത് പക്ഷികൾ കാഷ്ടിച്ചിട്ട് അവിടെ നിന്ന് മഴവെള്ളത്തിൽ വന്ന ഭൂമിയിൽ ആ മതിലിൻ്റെ ഇടയിൽ അവിടെ നിന്നാണ് മുളയ്ക്കുക. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വെള്ളം അതിൽ ആ തൈയിൽ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിന് മെല്ലെ കുഴക്കിയെടുത്ത് ഇതേപോലെ ചായപ്പൊടിയോ അല്ലെങ്കിൽ മിൽമ കവറിൻ്റെ പാക്കറ്റിൽ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ഈ ആലിന്തൈ മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ആലിന്തൈകൾ ഇങ്ങനെ വളർത്തിയെടുത്ത് ഞാൻ സ്റ്റോക്ക് ചെയ്തോടെ വെക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാർ തനിയെ വന്നോളൂ, നമ്മൾ ആരും തേടി പോകാറില്ല. ഈ ആലിന്തൈ വെക്കാൻ ആവശ്യക്കാർ തനിയെ എന്നോട് ആവശ്യപ്പെടും. അടുത്തിടെ ഇപ്പോൾ ഞാൻ 6 അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ വെക്കാനായിട്ട് ആലിന്തൈകൾ കൊടുത്തിട്ടുണ്ട്. അടുത്തിടെ കഴിഞ്ഞ മാസം നടന്നത് കൊടുവായൂർ, പ്രശസ്തമായ കൊടുവായൂർ രഥോത്സവം നടക്കുന്ന ശിവക്ഷേത്രത്തിലായിരുന്നു. അവിടുത്തെ പഴയ നൂറ്റാണ്ടിൽ പഴക്കമുള്ള ആലിൻ മരം കുഴങ്ങി, കാറ്റത്ത് മഴയത്ത് കുഴങ്ങിപ്പോയപ്പോൾ അമ്പല കമ്മിറ്റിക്കാർ വിളിച്ചു പറഞ്ഞു ഇതിനുമാതിരി ഒരു തൈ വേണം പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഒരു കൊടുവായൂർ ശിവക്ഷേത്രത്തിന് മുന്നിൽ ഇതുപോലൊരു ആലിൻ തൈ അവിടെ പുതുതായിട്ട് നട്ടു വളർത്തുന്നുണ്ട്. 6ാമത്തെ മരമാണ് ഇപ്പോൾ അവിടെ നട്ടുകൊടുത്തത്. ഇതിലിപ്പോൾ 42ഓളം ചെടികൾ ഇതിലുണ്ട്. എല്ലാം മണിമരുതാണ് കൂടുതലുള്ളത്. മണിമരുതുണ്ട്, നെല്ലിയുണ്ട്, കുങ്ങുണ്ട്. കൂടുതലുള്ളത് മണിമരുതാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് ഒരു സ്കൂളിൽ ഞാൻ ആഗസ്റ്റ് മാസത്തിൽ ഒരു ട്രിപ്പ് പോയി, ഒരു ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂളിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ 1000-ലേറെ മരങ്ങൾ, തൈകൾ, ഈ വനം വകുപ്പ് കൊടുത്ത തൈകൾ അവിടെ ഒരു മാവിൻ്റെ ചുവട്ടിൽ നിരത്തി വെക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 3 മാസമായിട്ടും ഈ ചെടികൾ എന്തുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്തില്ല ചോദിച്ചപ്പോൾ അവർ സാങ്കേതിക കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇതിൽ കുറച്ച് ചെടികൾ എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ റോഡ് സൈഡ് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് ഇതിനെ വളർത്താം, കുറച്ച് തരുമ്പോൾ അവർ അയ്യോ അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു, ഞാൻ വരികയും ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വീണ്ടും അതേപോലെ ആ ഭാഗത്തേക്ക് ഒരു ഓട്ടം പോയപ്പോൾ ഈ ചെടികൾ എന്തായി ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്കൂളിൽ പോയപ്പോൾ ആ 1000-ലേറെയുള്ള ആ ചെടികൾ മുഴുവനും കരിഞ്ഞു പോയി. അതായത് ഉങ്ങുണ്ട്, പുളിയുണ്ട്, നെല്ലിയുണ്ട്, മണിമരുതുണ്ട്, വിവിധ തരത്തിലുള്ള തൈകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാം ഉണങ്ങിപ്പോയി. അതിൽ അവശേഷിച്ച ചെറിയ കുഞ്ഞ് എല്ലാം ഉണങ്ങിയത് ഈ കമ്പ് മാത്രമായിരുന്നു. എല്ലാം ഈ കാണുന്ന പാക്കറ്റിൽ മുഴുവൻ കമ്പ് മാത്രമുള്ളൂ, ഇലയൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയൊരു ജീവൻ അതിനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിക്കാരടുത്ത് പറഞ്ഞ് ആ 40 ചെടികൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഒരു അട്ടപ്പെട്ടിയിലാക്കി ഞാൻ എൻ്റെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇപ്പോൾ 1.5 മാസം ഈ വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഇതിനൊരു ജീവൻ വെച്ച് ഈ ചെടികളൊന്ന് പഴപ്പിച്ചെടുത്തു ഞാൻ. കാരണം എന്താ അറിയാം, ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ചെടികൾ അത് നേരാൻ രീതിയിൽ അതിനെ പരിപാലിക്കാനോ അത് വെച്ച് വളർത്താനോ അവർക്ക് സ്കൂൾ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഈ ചെടികൾ. ഇത് ഇവിടുത്തെ മാത്രം കാര്യമില്ല, പല സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി ഈ ചെടികൾ ഞാൻ ഒരു സ്കൂളിൽ കൊണ്ട് വേറൊരു സ്കൂളിൽ കണ്ടുവച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ കൊണ്ട് നട്ടു വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. ഈ മരം, ചേരും മരം, ഇത് വന്നിട്ട് നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ച മരമാണ്. പ്രത്യേക കാരണം അങ്ങനെ പരാമർശിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ, അബ്ദുൽ കലാം പറഞ്ഞൊരു നല്ലൊരു പരിസ്ഥിതി സ്നേഹിയും കൂടിയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ, എറണാകുളത്തെ ഒരു പ്രോഗ്രാമിന് അവിടെ കോളേജിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് ഹെലികോപ്റ്റർ, രാഷ്ട്രപതിക്ക് വരുന്ന ഹെലികോപ്റ്റർ ഇറങ്ങാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹെലിപ്പാഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കുറേ മരങ്ങൾ മുറിച്ചു മാറ്റി. അപ്പോൾ ഇത് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, നിങ്ങൾ എത്ര മരം മുറിച്ചോ അതിൻ്റെ 10 ഇരട്ടി അവിടെ വെച്ച് പിടിപ്പിച്ചാൽ ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ള പറഞ്ഞത്.
അത് പത്രത്തിൽ വന്ന ഒരു വാർത്തയായിരുന്നു. അപ്പോൾ അബ്ദുൽ കലാം മരിച്ച ദിവസം എനിക്ക് അങ്ങേരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു മരം വയ്ക്കണം പറഞ്ഞ് അന്ന് വൈകിട്ട് 5 മണിക്ക് സ്കൂൾ കുട്ടികൾ വൈകിട്ട് സ്കൂൾ കുട്ടികളുടെ സമയത്ത് ആ കുട്ടികളെ കൂട്ടിയിട്ട് വെച്ച ചേരുമരമാണ് ഇത്. ഇപ്പോൾ 2 വർഷമായിട്ട് കാച്ചു, ധാരാളം പഴങ്ങളുണ്ട്. ദിവസവും രാവിലെ കുട്ടികൾ ഇവിടെ വന്ന് ഈ പഴമൊക്കെ പറിച്ചു തന്നിട്ടാണ് പോകുന്നത്. അതിൽ എനിക്ക് വലിയൊരു അഭിമാനം, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മിസൈൽ മാൻ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്ക് ഈ തേങ്കുറിശ്ശിയിൽ, പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശിയിൽ മാനാംകുളമ്പിൽ ഇങ്ങനെ ഒരു മരം വെച്ചു പിടിപ്പിച്ചാൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇപ്പോൾ ഇതിലൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, അയാൾക്ക് നമ്മൾക്ക് ആവുന്ന വിധത്തിൽ സഹായം ചെയ്യണമെന്ന് ഒരു മനസ്സുള്ള ആൾക്കാർ പറഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് തന്നെയാണ് പണമാണ്. അതാണ് മെയിൻ. അന്നേരം നമ്മൾ ഒരാൾ പറഞ്ഞ് ഈ കാര്യങ്ങൾ ഓരോ വർഷവും കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ചെടികളിൽ സംരക്ഷിച്ചെടുക്കണമെങ്കിൽ ചെയ്താലേ ഈ മരങ്ങൾ വളർന്ന് വലുതാകാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ചെറിയൊരു തുക കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ മക്കളെ നോക്കുന്ന പോലെ തന്നെ ഞാൻ ഈ മരങ്ങളെ നോക്കി രക്ഷിച്ച് ഈ ഭൂമിയെ രക്ഷിച്ചെടുക്കാനുള്ള ചുമതല ഞാൻ സ്വയം ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടാതെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം മരങ്ങൾ വെച്ചിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നല്ല ശുദ്ധമായ വായു തരുന്നുണ്ട് നമ്മൾക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന മരങ്ങളാണ്, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ പ്രവൃത്തിയെടുക്കാൻ ഒരാളും മുൻപന്തിയിൽ വരാറില്ല. പിന്നെ കൂടാതെ തന്നെ വനം വകുപ്പുമായിട്ട് പല പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കും പറയുന്ന ഒരു പരിധി അവർ പറയുന്നത്, ഞങ്ങൾക്ക് ശ്യാംകുമാർ വെച്ച നല്ല കാര്യമാണ് ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങൾ അഭിനന്ദിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ് ശ്യാംകുമാറിനെ ഞങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നമാണ് ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇതിൽ ഒറ്റപ്പെടുന്നത് ഞാനാണ്. ഇപ്പോൾ എനിക്കിത് മരങ്ങൾ നടണം, വളർത്തണം, വലുതാക്കണം, സംരക്ഷിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്നെ ഒരു സഹായം കൂടി കിട്ടുകയാണെങ്കിൽ എനിക്ക് തരുന്നതിൻ്റെ 100 ഇരട്ടി ഞാൻ സമൂഹത്തിന് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്.